ചർച്ചയിലേക്ക് ആദ്യം ഡോക്ടർ മാർട്ടിൻ പാട്രിക്കിലേക്ക്. ഡോക്ടർ മാർട്ടിൻ, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, പ്രധാനമന്ത്രി ലക്ഷ്യം നേടിയോ എന്നത്. രണ്ടാമത്തേത്, ജനങ്ങളുടെ ദുരിതം മാറിയോ എന്നത്, അല്ലെങ്കിൽ ഇതിന് ശേഷം അങ്ങോട്ട് ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാകുമോ എന്നതും. എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രധാനമന്ത്രി ലക്ഷ്യം നേടിയില്ല എന്ന് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി പ്രതീക്ഷിച്ചത് അതിൻ്റെ ഏറ്റവും കുറഞ്ഞത് ഒരു 3 ലക്ഷം കോടി രൂപയെങ്കിലും തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്നാണ്. പിൻവലിച്ച നോട്ടുകൾ ഏതാണ്ട് 15.5 ലക്ഷം കോടി രൂപയായിരുന്നെങ്കിൽ അതിലൊരു 3 ലക്ഷം കോടി രൂപയെങ്കിലും തിരിച്ചു വരില്ലെന്നാണ്. ഇപ്പം തന്നെ 14 ലക്ഷം കോടി രൂപയിലധികം തിരിച്ചു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ ആദ്യത്തെ പർപ്പസ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. അത് നടക്കില്ല. പ്രധാനമന്ത്രി പിന്നെ എന്തൊക്കെയാണോ ലക്ഷ്യം വെച്ചത് അതെല്ലാം പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഈ കള്ളപ്പണത്തിൻ്റെ കറൻസിയിൽ പിന്നീട് കുറവുണ്ടാകും, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. ഫേക്ക് നോട്ടിൻ്റെ കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഏത് കാര്യമെടുത്താലും ടെറർ ഫിനാൻസിങ് ആണ് മറ്റൊന്ന് പറഞ്ഞത്. അതിനകത്തും പിന്നീട് കാഷ്വാലിറ്റീസ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ പ്രധാനമന്ത്രി പരാജയപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം ഇതിനകത്ത് നിറവേറ്റപ്പെട്ടിട്ടില്ല. ഇത് ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഡിമോണിറ്റൈസേഷൻ നല്ലൊരു ആശയമാണ്. അത് ഒട്ടും തന്നെ മുൻകരുതലുകൾ എടുക്കാതെ ചെയ്തതിൻ്റെ ഒരു തിക്തഫലം ഇന്ന് ഇന്ത്യൻ ജനത മുഴുവൻ അനുഭവിക്കുകയാണ്. ഇന്ത്യൻ ജനതയുടെ ദുരിതം എളുപ്പം മാറാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം 4 ദിവസത്തെ അവധിയാണ് അദ്ദേഹം ചോദിച്ചത്. പിന്നീട് അത് 50 ദിവസമാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇടത്തെ അറ്റത്തെ ഒരു അക്കം കൂടെ കൂട്ടിയാൽ 5 എന്നുള്ളത് 6ഉം വലത്തെ അക്കത്തൊരു 0 ഇട്ടാൽ 600 ദിവസത്തെ ഗ്യാപ്പായിരിക്കും ഇനി നാളെ ചോദിക്കാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. ഒരു കണക്കനുസരിച്ചിട്ട് 80% 500 രൂപ നോട്ടും 20% 2000 രൂപ നോട്ടും അടിച്ചിറക്കണമെന്നുണ്ടെങ്കിൽ, പിൻവലിച്ചതിൻ്റെ അത്രയും റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 461 ദിവസം എടുക്കുമെന്നാണ്. പിന്നെ 600 ദിവസത്തിലേക്ക് എത്താനായിട്ട് അധികം ദിവസങ്ങളില്ല. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം ബി രാജേഷ് കൂടി ചേരുകയാണ്. ശ്രീ എം ബി രാജേഷ്, അതെ, ആത്മവിശ്വാസത്തോടെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ 50 ദിവസം തികഞ്ഞ ദിവസം. അദ്ദേഹം പുതിയൊരു മൊബൈൽ ആപ്പാണ് രാജ്യത്തിന് സംഭാവന ചെയ്യുന്നത്. ഇതൊരു അത്ഭുതമായി മാറും എന്നുള്ള പ്രത്യാശ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഒപ്പം വലിയ ആവേശം ആണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആത്മവിശ്വാസം കെടാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വിലയിരുത്തണം. ആത്മവിശ്വാസം അഭിനയിച്ചുകൊണ്ട് എന്ന് വേണം വിലയിരുത്താൻ. മോഡി നല്ലൊരു നടനാണെന്ന് ഇതിനകം പല വേദികളിലും തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. അദ്ദേഹം ഇപ്പോൾ ഒരു കൃത്രിമമായ ആത്മവിശ്വാസവും ധൈര്യവും എടുത്തണിഞ്ഞ് അഭിനയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഡോക്ടർ മാർട്ടിൻ പാട്രിക് ഇവിടെ വളരെ യുക്തിഭദ്രമായിട്ടും മനോഹരമായിട്ടും വിശദീകരിച്ചു. ഞാൻ അക്കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ഒരു മൊബൈൽ ആപ്പല്ല. പ്രധാനമന്ത്രിയിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴുള്ള ദുസ്സഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്ന പ്രഖ്യാപനമാണ്. 50 ദിവസമാണ് മോഡി സമയം ചോദിച്ചത്. ആ 50 ദിവസത്തെ വിവരണാതീതമായിട്ടുള്ള ദുരിതങ്ങൾക്കൊടുവിൽ ഈ ദുരിതം ഇതാ അവസാനിപ്പിക്കുന്നു, അതിനുള്ള പ്രഖ്യാപനങ്ങൾ തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പതിവ് നമ്പറുകളിലൊന്നായിട്ടുള്ള മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. മൊബൈൽ ആപ്പിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയതിന് ശേഷം ഒരു മൊബൈൽ ആപ്പ്, അതിന് അഭിപ്രായം ചോദിച്ചുകൊണ്ടുള്ള ഒരു മൊബൈൽ ആപ്പ് അദ്ദേഹം പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ അവകാശവാദം അനുസരിച്ച് 5 ലക്ഷം പേരാണ് പ്രതികരിച്ചത്. BJPയുടെ അംഗസംഖ്യയുടെ 1% പോലും വരില്ല. BJPയുടെ അംഗസംഖ്യ അവർ അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ 1% പോലും ആളുകൾ ഈ മൊബൈൽ ആപ്പിൽ പ്രതികരിച്ചിട്ടില്ലെന്ന് ആലോചിക്കണം. അതും മൊബൈൽ ആപ്പിലൂടെ പ്രതികരിച്ച ആളുകൾ ആരായിരിക്കും? ഇൻ്റർനെറ്റ് കണക്ഷനുള്ള, സ്മാർട്ട് ഫോൺ സ്വന്തമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ താരതമ്യേന ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇതിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് സാധാരണക്കാരും കൂലിപ്പണിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. ഈ എന്താ പറയുക,
കാർഡ് ഉപയോഗിക്കാത്ത ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്ത, നെറ്റ് ബാങ്കിങ്ങും ഡിജിറ്റൽ പേയ്മെൻറ്റ് മോഡ്സും ഒന്നും ഉപയോഗിക്കാത്ത സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അവരുടെ അഭിപ്രായമേ എടുത്തുകൊണ്ടല്ല മോഡി ഇതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞത്. എന്നിട്ട് മോഡിക്ക് പറയേണ്ടി വന്നു 3 അഭിപ്രായങ്ങൾ വന്നു എന്ന്. അനുകൂലിച്ചും പ്രതികൂലിച്ചും സംശയിച്ചും എല്ലാമുള്ള 3 അഭിപ്രായങ്ങൾ വന്നു എന്ന് ഈ 5 ലക്ഷം പേർ, താരതമ്യേന മെച്ചപ്പെട്ട സ്ഥിതിയുള്ള 5 ലക്ഷം പേർ പ്രതികരിച്ചിട്ട് പോലും പറയേണ്ടി വന്നു. അപ്പോൾ മൊബൈൽ ആപ്പിൻ്റെ കഥ അതാണ്. പ്രശ്നം ഇവിടെ നേരത്തെ ശ്രീ മാർട്ടിൻ പാട്രിക് പറഞ്ഞതാണ്, അവകാശവാദങ്ങളെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഗോൾ പോസ്റ്റ് നിരന്തരം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അവകാശവാദങ്ങൾ പുതുതായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ക്യാഷ്ലെസ് എക്കോണമി എന്ന അവകാശവാദം ഉണ്ടായിരുന്നില്ല, പിന്നെ ക്യാഷ്ലെസ് എക്കോണമിയായി, പിന്നെ അത് തന്നെ ഭേദഗതി വരുത്തിക്കൊണ്ട് ലെസ് ക്യാഷ് എക്കോണമി, ക്യാഷ് ലെസ് അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, ലെസ് ക്യാഷ് എക്കോണമിയാണ് എന്ന അവകാശവാദം വന്നു. പിന്നെ പറഞ്ഞു 2018 ഇതിൻ്റെ ഗുണഫലം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഈ 50 ദിവസത്തിനിടയിൽ 60 ഉത്തരവുകളാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം RBI ഇറക്കിയതെന്ന് നമ്മൾ ആലോചിക്കണം. 60 ഉത്തരവുകളാണ് ഇറക്കിയത്. ഇത് തന്നെ സർക്കാരിൻ്റെ ആശയക്കുഴപ്പത്തെ സമ്പൂർണ്ണമായ ഇരുട്ടിലാണ് ഈ ഗവൺമെന്റ് എന്ന് തെളിയിക്കുന്നതാണ്. ഒരു സെക്കൻഡ് ഹർഷൻ, ഇന്ന് രാവിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള പൊതുമേഖലാ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് പെട്രോളിയം ഡീലർമാർക്ക് അയച്ചിട്ടുള്ള SMS ഉണ്ട്. ആ SMS എന്താണെന്ന് അറിയാമോ? രാവിലെ 8:54 വന്ന ഒരു SMS എനിക്കൊരു പെട്രോൾ പമ്പ് ഉടമ കാണിച്ചു തരികയുണ്ടായി. അവർക്ക് 8:54 വന്ന മെസ്സേജ് ഇതാണ്. 11 മണിയാകുമ്പോഴേക്കും ഈ 50 ദിവസം, ഇന്ന് 30-ാം തീയതി അവസാനിക്കുകയാണല്ലോ, ഇത്രയും ദിവസത്തിനിടയിൽ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ ഓരോ ദിവസവും എത്ര പെട്രോൾ പമ്പിൽ വന്നു എന്നതിൻ്റെ ഡിനോമിനേഷൻ്റെ കണക്കുൾപ്പെടെ ബോധിപ്പിക്കണം എന്നാണ്. പെട്രോൾ പമ്പ് ഉടമകൾ പറഞ്ഞു അസാധ്യമായിട്ടുള്ള കാര്യമാണ്, എന്ത് ഭ്രാന്തൻ നിർദ്ദേശമാണ് നിങ്ങൾ നൽകുന്നത്. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്കൊരു മാർഗവുമില്ല, അത്രയും വലിയ സമ്മർദ്ദമാണ് ഞങ്ങളുടെ മേലുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കണക്ക് തരൂ എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തിട്ടുള്ളത്. ഒരു മിസ്മാനേജ്മെൻറ്റിൻ്റെ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ടോട്ടൽ മിസ്മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത്. ഇതാണ് സർക്കാർ. ശ്രീ MT രമേശ്, ഈ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 3 ആയിരുന്നു ഇത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ. 50 ദിവസം മുമ്പ് ഇത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ കള്ളനോട്ടും കള്ളപ്പണവും ഒപ്പം ഈ ഭീകരവാദത്തെ അമർച്ച ചെയ്യലും ആയിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതിനപ്പുറത്ത് അതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായി. അതെല്ലാം അങ്ങനെ നിലനിൽക്കുന്നു. അവകാശവാദങ്ങളിലേക്കും ആ നിലപാടുകളിലേക്കും തന്നെയാണ് സർക്കാർ പോകുന്നത് എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. പക്ഷേ ജനങ്ങളുടെ ദുരിതം മാറ്റുമെന്നുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനം കൂടി അതോടൊപ്പം അദ്ദേഹം നൽകിയിരുന്നു. ആ ദുരിതം നാളെ അവസാനിക്കുമോ? ഞാനത് ഹർഷം പറഞ്ഞതിന് അവസാനം പറയാം, നിങ്ങൾ സമയം തന്നാൽ മതി. ആദ്യത്തെ 2 ഭാഗം MV രാജേഷും നേരത്തെ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ഒരാളും പറഞ്ഞത്, ഹർഷൻ അദ്ദേഹത്തോട് ചോദിച്ചത് പ്രധാനമന്ത്രി പരാജയപ്പെട്ടു, അതിന് പ്രധാനമന്ത്രിയുടെ തീരുമാനം പരാജയപ്പെട്ടു എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, റിസർവ് ബാങ്ക് അച്ചടിച്ചിറക്കിയ മുഴുവൻ പണവും ഏതാണ്ട് 85-90-92% പണവും തിരിച്ചു വന്നു. 3.5 ലക്ഷം കോടി രൂപ വരില്ല എന്നായിരുന്നു പ്രതീക്ഷ. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല. പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തോട് ഈ വിവരം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. റിസർവ് ബാങ്ക് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന മുഴുവൻ പണവും ബാങ്കിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ആരോഗ്യകരമായൊരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ രാജ്യത്ത് അച്ചടിച്ചിറക്കുന്ന പണം മുഴുവൻ തന്നെ ഏതെങ്കിലും ഒരു ബാങ്കിങ് സംവിധാനത്തിന് വിധേയമാകണം. അങ്ങനെ വിധേയമാകുന്ന സമയത്താണ് അത് അക്കൗണ്ടബിൾ മണിയാകുന്നത്. ഈ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജ കറൻസി വേറെയാണ് കള്ളപ്പണം. കള്ളപ്പണം എന്ന് പറഞ്ഞാൽ നികുതി കൊടുക്കാത്ത പണമാണ്. അങ്ങനെ റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച ശേഷം ഒരു ബാങ്കിങ് ക്രയവിക്രയങ്ങൾക്ക് വിധേയമാകാതെ, നികുതി കൊടുക്കാതെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ ബൾക്കായിട്ടുള്ള പണം മുഴുവൻ തന്നെ തിരിച്ച് ബാങ്കിലേക്ക് വരിക എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. ആ കാര്യം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അവസാന 2-3 ദിവസക്കാലം 1000 രൂപയും 500 രൂപയും കയ്യിൽ വെക്കുന്നവർക്ക് പിഴ ഈടാക്കിക്കൊണ്ട് അത് മുഴുവനും ബാങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഗവൺമെൻറ് ഇൻറ്റൻഷൻ വളരെ വ്യക്തമാണ്. ഗവൺമെൻറ്റിന് പണം മുഴുവൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ പിന്നെ അതിന് അവസാനത്തെ 2-3 ദിവസം പിഴ ചുമത്തിക്കൊണ്ടും എല്ലാ പണവും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ പണവും തിരിച്ചു വരിക എന്നുള്ളത് തന്നെയായിരുന്നു ഗവൺമെൻറ് ഉദ്ദേശമെന്ന് ഇതിലൂടെ വ്യക്തമാണ്. മറിച്ച് ചില ആളുകൾ ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹമെന്ന് പറയുക, എന്നിട്ട് അതല്ല എന്ന് സമർത്ഥിക്കുക, അതൊക്കെ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. ഇപ്പം നാളെ പ്രധാനമന്ത്രി പറഞ്ഞ 50 ദിവസം പൂർത്തിയാവുകയാണ്. ഈ 50 ദിവസത്തിനിടയിൽ തന്നെ പരമാവധി ദുരിതങ്ങൾ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ATM നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട പണത്തിൻ്റെ പ്രശ്നവും ഇപ്പോഴുള്ളത്.
സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഒരു ഭേദഗതി നാളെ ഉണ്ടാകും. കാരണം ഇപ്പോൾ ATM എന്ന് കിട്ടുന്ന പണത്തിന് 2500 രൂപയെ കിട്ടുന്നുള്ളൂ, 24,000 രൂപയെ ബാങ്കിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അതിൽ ഭേദഗതി ഉണ്ടാവുക കുറച്ചുകൂടി ആളുകളുടെ കയ്യിലേക്ക് കറൻസി വരും. ഇപ്പോൾ ATM-ൽ പണമില്ല. ഇപ്പോൾ ഹർഷം വന്നാൽ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും ചുരുങ്ങിയ 10 ATM-ൽ ഞാൻ കാണിച്ചു തരാം. 500 രൂപയുടെയും 1000 രൂപയുടെ ആൾക്കാർ കിട്ടുന്നുണ്ട്. വലിയ ക്യൂ ഒന്നും ഇവിടെയില്ല. നിങ്ങളുടെ തൊട്ടടുത്ത മാതൃഭൂമി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റാച്യൂവിലെ ATM കൗണ്ടറിൽ നിങ്ങൾ പോയി കാണാം, ഒരു ക്യൂ അവിടെയില്ല. അവിടെ 1000 രൂപയും 500 രൂപയും ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ് നാട്ടിലെമ്പാടും എല്ലാ ATM കൗണ്ടറിന് മുമ്പിലും ക്യൂ ഇല്ല എന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്നല്ല പറയുന്നത്. താരതമ്യേന പ്രശ്നങ്ങൾ ലഘൂകരിച്ച് വരികയാണ്. 50 ദിവസ ശേഷം കുറച്ചുകൂടി ആളുകളുടെ കയ്യിൽ കറൻസി എത്തുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. പിന്നെ 3 കാര്യങ്ങൾ. ഒന്ന്, കള്ളപ്പണം അടമനം ചെയ്യാൻ സാധിച്ചില്ല. ആര് പറഞ്ഞു അവർ ചെയ്യാൻ സാധിച്ചില്ല എന്ന്? ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞു, ഈ രാജ്യത്ത് ആരുടെ കയ്യിലാണ് കള്ളപ്പണം എന്നുള്ളത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിന് നാഥനുണ്ടായിരിക്കുന്നു. ഇന്നലെ വരെ ആരുടെ കൈവശമാണ് കള്ളപ്പണം ഉള്ളതെന്ന് ആർക്കാണ് പറയാൻ സാധിച്ചു? ഈ തീരുമാനം വന്ന ശേഷം ഇൻകം ടാക്സിൻ്റെ കണക്കനുസരിച്ച് 4100 കോടി രൂപ സോഴ്സ് വെളിപ്പെടുത്താത്ത പണമായിട്ട് അവർ സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പണമൊക്കെ നേരത്തെ ഇവിടെ ഉള്ളതാണ്, പക്ഷേ ആരുടെ കയ്യിലാണ് എന്ന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്ത് സോഴ്സുകൾ കാണിക്കാൻ സാധിക്കാത്ത ആളുകളുടെ കൈവശമുള്ള ബൾക്കായിട്ടുള്ള എമൗണ്ടുകൾ ബാങ്കിലേക്ക് വരുന്നു. ആ സോഴ്സുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവർ നികുതിക്ക് വിധേയമാവാൻ വേണ്ടി പോവുകയാണ്. ഭീകരവാദത്തെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തിയിലെ കാശ്മീരിലെ വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് 1000-ൻ്റെയും കറൻസി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ആളുകളെ കല്ലെറിയിപ്പിക്കുന്നത് താരതമ്യേന ഭീകരവാദം ഇല്ലാതായെന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ കാശ്മീരിലെ സിവിലിയന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൈന്യത്തിനെതിരായി, പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാവേറാക്രമണമുണ്ട്. ആ ചാവേറാക്രമണം കുറഞ്ഞു എന്നുള്ളത് ഇൻ്റലിജൻസിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും വിദേശത്ത് വരുന്ന പണം കുറയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായും ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. എന്തായാലും താങ്കൾ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞതിൽ ഒരു തിരുത്ത് ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. കാരണം ഈ പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ BJP നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു 3 ലക്ഷം മുതൽ 4 ലക്ഷം കോടി വരെ തിരിച്ചു വരികയില്ല എന്ന്. അത് BJP നേതാക്കളുടെ വാക്കിനെയാണ്. കാരണം പ്രധാനമന്ത്രി ഈ കാര്യം പ്രഖ്യാപിച്ചു, അതിന്റെ തുടർച്ചയായി ചർച്ചയിൽ പങ്കെടുത്ത BJP നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞ അവരുടെ പ്രതീക്ഷയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 3 പേരാണ് ആധികാരികമായി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പ്രധാനമന്ത്രി, രണ്ടാമത് ധനകാര്യമന്ത്രി, മൂന്നാമത് റിസർവ് ബാങ്കിന്റെ ഗവർണർ. ഇവരാരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇത് ഗവൺമെന്റിന്റെ ഇന്റൻഷൻ ഇതാണ് എന്ന് പറയുക, എന്നിട്ട് അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കുക. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ എം പി രാജേഷ് ഹർഷൻ ഒന്ന് ഇടപെട്ട് പറയുക. ഒരു മിനിറ്റ് ഹർഷൻ. അല്ല, ഇവിടെ സർക്കാർ ഇത് തന്നെയാണ് ആഗ്രഹിച്ചത് എന്ന് രമേശ് പറയുമ്പോൾ അത് വീണിടം വിദ്യയാക്കലാണ്. കാരണം BJP വക്താക്കൾ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വക്താവ്, രമേശിന്റെ തന്നെ കൂടെയുള്ള ഒരു നേതാവ് പറഞ്ഞത്, പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, 10 ലക്ഷം കോടി രൂപയിൽ കൂടുതൽ വന്നാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാമെന്നാണ് ശ്രീ MT രമേശ് പറഞ്ഞത്. രമേശ് പറയുന്നത് BJP വക്താക്കൾ പറയുന്നതൊന്നും ആധികാരികമല്ലെങ്കിൽ ഇപ്പൊ രമേശ് പറയുന്നതിന് എന്താ ആധികാരികതയുള്ളത്? നാളെ ഇത് മാറ്റി പറയാമല്ലോ. രണ്ട് കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കിയിട്ട് ഒന്നിച്ച് പറയാം. ഞാൻ പറഞ്ഞതിനെ ഒന്നിച്ച് പറയാം. ഈ ഗവൺമെന്റാണ് ഡിസംബർ 20-ന് ശേഷം 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുമായിട്ട് ബാങ്കിൽ വരുന്നവരോട് വിശദീകരണം എഴുതി വാങ്ങണമെന്നും 2 ബാങ്ക് ഉദ്യോഗസ്ഥർ, മാനേജർ അടക്കം 2 ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യണമെന്നുമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രൊഫസർ രാംകുമാർ, കേരള പ്ലാനിംഗ് ബോർഡ് മെമ്പർ രാംകുമാർ അതിനെഴുതി കൊടുത്ത വിശദീകരണം വന്നപ്പോഴാണല്ലോ ഇനി ആരെയും ചോദ്യം ചെയ്യേണ്ട എന്ന് വന്നത്. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഇതുവരെ വരാതിരുന്നത് എന്ന് രാംകുമാർ എഴുതി കൊടുത്തത് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ബാങ്കിൽ പണം മുഴുവൻ വരണമെന്നാണ് ആഗ്രഹമെങ്കിൽ ചോദ്യം ചെയ്യണമെന്നും ഭേദ്യം ചെയ്യണമെന്നുമുള്ള ഉത്തരവ് ഗവൺമെന്റ് എന്തിനു പുറപ്പെടുവിച്ചു? രണ്ടാമത്തെ കാര്യം, കണക്ക് പുറത്തുവിട്ടുകൊണ്ടിരുന്നു ഓരോ ദിവസവും. ഈ ബാങ്കിൽ വന്ന പൈസയുടെ കണക്ക് പുറത്തുവിട്ടു. പെട്ടെന്ന് കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസമായിട്ട് കണക്ക് പുറത്തുവിടാതായി. സർക്കാർ നിർദ്ദേശപ്രകാരമല്ലേ? പബ്ലിക് ഡൊമൈനിൽ എന്തുകൊണ്ട് കണക്ക് കൊടുക്കുന്നില്ല? വെബ്സൈറ്റിൽ RBI പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ, അത് നിർത്തിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ കണക്ക് ബാങ്കിലേക്ക് പണം തിരിച്ചു വരില്ല എന്നാണ് സർക്കാർ കരുതിയത്. സർക്കാർ കരുതിയതിനേക്കാൾ കൂടുതൽ തിരിച്ചു വരുന്നു എന്നത് മറച്ചുവെക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയ ഗവൺമെന്റാണ് നിങ്ങളുടെ ഗവൺമെന്റ്. വസ്തുത ഏതാണ്? അങ്ങനെയല്ല രാജേഷ്, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ഈ രാജേഷ് പറഞ്ഞ 5.5 ലക്ഷം കോടി രൂപ, ഞാൻ പറഞ്ഞു 5.5 ലക്ഷം കോടി രൂപ ബാങ്കിലേക്ക് തിരിച്ചു വന്നു എന്ന് വന്ന ആ ഘട്ടത്തിൽ
നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പറഞ്ഞു ഇതാ പരാജയപ്പെടാൻ വേണ്ടി പോകുന്നു. അന്നും ഞങ്ങൾ പറഞ്ഞു, ഈ മാതൃഭൂമി ചാനൽ തന്നെ ഞാൻ പറഞ്ഞു, ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച്, ഗവൺമെന്റ് ആഗ്രഹം അനുസരിച്ച് 5.5 ലക്ഷം കോടിയല്ല 15.5 ലക്ഷം കോടി രൂപയിൽ ഒരു 98% പണമെങ്കിലും തിരിച്ചു വരുമെന്നത് ഈ മാതൃഭൂമി ചാനൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒന്നുകൂടി രാജേഷിന്റെ വാദം അനുസരിച്ചാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പണം തിരിച്ചു വരണ്ട എന്നായിരുന്നു ആഗ്രഹമെങ്കിൽ എന്തിനാണ് രാജേഷ് അവസാനത്തെ ദിവസങ്ങളിൽ 1000 രൂപയും 500 രൂപയും കൈവശം വെച്ചാൽ അവർ പിഴ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ പണവും വല ഊറ്റി എറിയും പോലെ അവസാനത്തെ 1000-ഉം 500-ഉം ബാങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തിനാ ഗവൺമെന്റ് പരിശ്രമിച്ചത്? അതിന്റെ മറുപടിയിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ എം ടി രമേശ്, ഈ 4200 എന്തിനാണ് കണക്കുകൾ നിങ്ങൾ മറച്ചു വെച്ചത്? 4200 കോടി എന്നതാണ് അൺഅക്കൗണ്ടഡ് മണി എന്ന നിലയ്ക്ക് കണ്ടെത്തിയതായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കായി ആവർത്തിച്ച് പറയുന്നത്. ഈ തിരിച്ചു വന്ന കണക്കിനെ കുറിച്ച് പറയുമ്പോൾ എത്ര വലുതാണ് രാജ്യത്തിന് ഇതുപോലെ ഉണ്ടായ നേട്ടം എന്ന കണക്ക് മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി അത് നാളെ വെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് വെച്ച് ഈ ലക്ഷം കോടികളുടെ കണക്കിന് മുന്നിൽ ഈ പറഞ്ഞ 4000 കൃത്യം കണക്ക് പറഞ്ഞാൽ 4200 കോടി എന്നത് ഒരു വലിയ തുകയായി കാണാൻ കഴിയുമോ? അല്ല, ഈ മുഴുവൻ പദ്ധതി കൊണ്ടുമുണ്ടായ നേട്ടത്തെ അത്തരം ചെറിയ 4200 കോടി എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഇപ്പൊ